അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഏഞ്ചൽസിനെ കുറിച്ചും ഗാർഡിയൻ ഏഞ്ചൽസ്, ആർക്കേഞ്ചൽസ്, അങ്ങനെ പല പല ഏഞ്ചൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് നമ്മൾ പൊതുവേ ഏഞ്ചൽസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വന്നിട്ട് ക്രിസ്റ്റൽസിനെ കുറിച്ചിട്ടാണ്. കാരണം ഈ ഒരു സീരീസിൻ്റെ പേര് തന്നെ നമുക്കറിയാം, ഏഞ്ചൽസ് ആൻഡ് ക്രിസ്റ്റൽസ് എന്നാണ്. സോ അടുത്ത് നമ്മൾ ക്രിസ്റ്റൽസിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താണ് ക്രിസ്റ്റൽസ്. ആളുകൾ പല രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എല്ലാവരും ധരിച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് എനർജി എങ്ങനെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ശരിക്കും ക്രിസ്റ്റൽസ് എന്താണെന്നും അത് എങ്ങനെയാണ് ഈ എനർജി കിട്ടുന്നതെന്നും, ശരിക്കും ഈ എനർജി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അതിനൊരു എനർജി ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെയുള്ള ഒരു കുറച്ചധികം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ അടുത്ത് മുന്നോട്ടുള്ള എപ്പിസോഡുകൾ നമുക്ക് ഈ ഏഞ്ചൽസും ക്രിസ്റ്റൽസും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചും, അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു ഹീലിംഗ് എഫക്റ്റ് തരുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ക്രിസ്റ്റൽസിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുൻപ് നമുക്ക് ആദ്യം കുറച്ച് കെമിസ്ട്രി അറിയേണ്ടത് ആവശ്യമാണ്. കാരണം ക്രിസ്റ്റൽ എന്ന് പറയുന്നത് മറ്റൊരു ഡയമെൻഷനിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഒരു ദ്രാവകമോ അല്ലെങ്കിൽ ഒരു വസ്തുവൊന്നും അല്ല. അത് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മൾ സ്കൂളിലേക്ക് പഠിക്കുന്ന കുറച്ച് കെമിസ്ട്രി നമുക്കിതിനു വേണ്ടി മനസ്സിലാക്കിയേ പറ്റൂ. ഇവിടെ നമുക്ക് സാധാരണയായിട്ട് തോന്നാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ക്രിസ്റ്റലിന് മാത്രം ഇത്ര പ്രത്യേകതരം ഒരു എനർജി ഉള്ളത്? എന്തുകൊണ്ട് മറ്റൊരു വസ്തുവിന് ഈ എനർജി ഇല്ല? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്രിസ്റ്റൽസിന് ഒരു ഹീലിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ട് കഴിയുന്നത്? അത് എന്തുകൊണ്ട് മറ്റൊരു വസ്തുവിന് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല? ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ പൊതുവെ വരേണ്ടതാണ്. കാരണം ഇപ്പോൾ ക്രിസ്റ്റൽ പോലുള്ള ഇഷ്ടംപോലെ വസ്തുക്കൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ അതുപോലെ കാണാൻ, അതുപോലെ ഇരിക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്തുകൊണ്ടൊരു ഹീലിംഗ് പവർ അല്ലെങ്കിൽ ഒരു എനർജി ഫ്ലോ എന്ന് പറയുന്നത് ക്രിസ്റ്റലിന് മാത്രം കാണപ്പെടുന്നു? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് കെമിസ്ട്രി പഠിച്ചേ പറ്റൂ. സോ ആ കെമിസ്ട്രിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ എന്താണ്? അതൊരു സാധാരണ വസ്തുവാണ്. ഭൂമിയിൽ കാണപ്പെടുന്ന സാധാരണ ഒരു വസ്തു മാത്രമാണ്. പക്ഷേ ക്രിസ്റ്റലിന് എന്തുകൊണ്ട് ഇത്തരം പവർ, അല്ലെങ്കിൽ ക്രിസ്റ്റൽ എന്തുകൊണ്ട് മറ്റ് വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വസ്തുക്കൾ, അത് ജീവനുള്ളതായിക്കോട്ടെ ജീവനില്ലാത്ത വസ്തുക്കളായിക്കോട്ടെ, എനർജി ഫ്ലോ ഉള്ളതായിക്കോട്ടെ ഇനി എനർജി ഫ്ലോ ഇല്ലാത്തതായിക്കോട്ടെ, ഏതൊരു വസ്തുവും അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ആറ്റംസ്, മോളിക്യൂൾസ് ഒക്കെ കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കണ്ടെക്സ്റ്റിൽ നമ്മൾ ആറ്റവും മോളിക്യൂളും എന്നുള്ള വേർഡ് ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യും. അതായത് മോളിക്യൂൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഏതൊരു വസ്തു എടുത്തിരുന്നാലും അതിന് ജീവനുണ്ടായിക്കോട്ടെ ജീവനില്ലായിക്കോട്ടെ, അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയോ ട്രാൻസ്ഫോം ചെയ്യുകയോ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, പക്ഷേ ഏതൊരു മെറ്റീരിയൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ്. പിന്നെ ഈ മോളിക്യൂൾസിനൊരു പ്രത്യേകതയുണ്ട്. ഈ മോളിക്യൂൾസ് എപ്പോഴും വൈബ്രേറ്റിംഗ് ആയിരിക്കും. അതിന് എത്രയധികം ഇതിപ്പോൾ ഒരു ഇഷ്ടിക എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാലും ശരി, ആ ഇഷ്ടികകത്തുള്ള മോളിക്യൂളും ഒരു പർട്ടിക്കുലർ സ്പീഡിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ഏതൊരു മോളിക്യൂൾ എടുത്തിരുന്നാലും, ഏതൊരു വസ്തുവിൽ ഉൾക്കൊള്ളിരിക്കുന്ന മോളിക്യൂൾ എടുത്തിരുന്നാലും അതെന്ത് ചെയ്യും, അതിന് ഒരു വൈബ്രേഷണൽ പ്രോപ്പർട്ടി ഉണ്ടാവും. ഈ വൈബ്രേഷണൽ പ്രോപ്പർട്ടിയാണ് ശരിക്കും ആ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു സവിശേഷത കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇതെങ്ങനെയാണ് ഒരു വസ്തുവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഡിവിഷൻസ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്റ്റലിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ മോളിക്യൂൾസ് അറേഞ്ച് ആയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെയല്ല
ഒരു ഇഷ്ടിക എടുത്ത് നോക്കി അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, പക്ഷേ എല്ലാം മോളിക്യൂൾസ് തന്നെയാണ്. അതായത് ഒരു വസ്തുവിനെ അതിൻ്റെ മൈക്രോസ്കോപ്പിക് തലത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഈ മോളിക്യൂൾ എന്ന് പറയുന്നത്, അതിൻ്റെ ആ കണിക. സോ അതിനെ ബേസ് ചെയ്തിട്ട് ശരിക്കും 3ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 ക്രിസ്റ്റലൈൻ, 2 പോളിക്രിസ്റ്റലൈൻ, 3 അമോർഫസ്. ഇങ്ങനെ 3 തരത്തിലാണ് ഈ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റ് പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ എനർജി അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, ഇതിൻ്റെ എബിലിറ്റി, ഇതിൻ്റെ ഹീലിംഗ് പവർ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ അമോർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ക്രിസ്റ്റൽ നാച്ചറല്ല. അത് എങ്ങനെയാണോ ആ ഒരു വസ്തു മൂവ് ചെയ്യുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു സ്ട്രക്ചർ മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്, ആ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു അമോർഫിക് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റാണ്. അതിനൊരു പ്രത്യേക സിമെട്രി ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലല്ല അതിരിക്കുന്നത്. ഞാനിപ്പോൾ നിവർന്ന് കിടന്ന എൻ്റെ മോളിക്യൂൾസ് എല്ലാം എൻ്റെ കൂടെ നിവർന്ന് കിടക്കും. ഞാനിപ്പോൾ എണീറ്റിരുന്ന എൻ്റെ മോളിക്യൂൾസ് എല്ലാം കൂടെ എൻ്റെ കൂടെ എണീറ്റിരിക്കും. അപ്പോൾ അതാണ് അമോർഫസ് ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്തും മനുഷ്യൻ്റെ ശരീരത്തിനകത്തുമൊക്കെ ഉള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോളിക്രിസ്റ്റലൈൻ. അതായത് പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് ക്രിസ്റ്റല് പോലെയാണ്, പക്ഷേ ക്രിസ്റ്റല് പോലെ അല്ല. അതായത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ അതിനൊരു മാക്രോസ്കോപ്പിക് വ്യൂവിൽ കാണുമ്പോഴത്തേക്കും അത് ക്രിസ്റ്റൽ പോലെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ പഞ്ചസാരയുടെ ഒരു തരി, ഇപ്പോൾ പഞ്ചസാരയുടെ ഒരു തരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും കാണപ്പെടുന്നത് ഒരു ക്രിസ്റ്റൽ പോലെയാണ്. ഇപ്പോൾ ഒരു പഞ്ചസാര തരിക്കകത്ത് അത് 6 ആംഗിളാണ് ആ ഒരു മോളിക്യൂൾ അറേഞ്ച് ആയിരിക്കുന്നതെങ്കിൽ മറ്റൊരു തരിക്കകത്ത് അതൊരു പെൻഡഗൺ ഷേപ്പിലായിരിക്കും അറേഞ്ച് ആകപ്പെടുന്നത്. മറ്റൊരു പഞ്ചസാര തരി എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് വേറൊരു രൂപത്തിലായിരിക്കും അത് അറേഞ്ച് ചെയ്യപ്പെടുന്നത്. അതായത് ഒന്നിനകത്തുള്ള രൂപം അത് മാറില്ല നമ്മൾ അമോർഫസ് പോലെ, പക്ഷേ ഓരോന്നിലും വ്യത്യസ്തമായിരിക്കും. അതാണ് ശരിക്കും പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ഇതൊക്കെ ശരിക്കും പോളിക്രിസ്റ്റലൈൻ നാച്ചുറലുള്ള മോളിക്യൂൾസോടുകൂടി നിർമ്മിക്കപ്പെട്ട വസ്തുക്കളാണ്. ഇത് രണ്ടും മാറിയിട്ട് ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അതായത് ഇനി ലോകത്ത് എവിടെ ചെന്നിരുന്നാലും ഏത് വസ്തുവാണോ ഈ പോളിക്രിസ്റ്റലൈൻ കാറ്റഗറിക്കകത്ത് വരുന്നത്, ആ വസ്തു നമ്മൾ ലോകത്ത് എവിടെ നിന്ന് പോയി എടുത്തിരുന്നാലും ശരി, അതിനകത്തുള്ള ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആയിട്ടിരിക്കുന്ന ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുള്ള വസ്തുക്കളാണ് നമ്മൾ ക്രിസ്റ്റൽസ് എന്ന കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡയമണ്ട് ഒരു ക്രിസ്റ്റലാണ്. ഡയമണ്ടിന് ലോകത്ത് എവിടെ പോയി ഏത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്തിരുന്നാലും ശരി, ഡയമണ്ടിൻ്റെ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് റിമൈൻസ് ദ സെയിം. അത് ഒരു കാരണവശാലും മാറില്ല. അതിനകത്ത് എങ്ങനെയാണോ ആ ഒരു മോളിക്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഉണ്ടാവും. സോ അങ്ങനെ കോൺസ്റ്റൻറ്റ് സ്ട്രക്ചറിൽ അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനൊരു ക്യൂബിക്കൽ ഫോമിൽ എടുക്കാൻ പറ്റുന്ന മോളിക്യൂൾസ് അടങ്ങുന്ന വസ്തുക്കളാണ് ക്രിസ്റ്റൽസ്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ശരിക്കും ഇതിന് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത്. നമ്മൾ പറയപ്പെടുന്ന ഈ ഹീലിംഗ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള എന്താ പറയുക ഒരു സ്പെഷ്യാലിറ്റി ഈ ക്രിസ്റ്റൽസിന് കൊടുക്കുന്നത് ഈ പറയുന്ന അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. അതായത് ഇതൊരു പർട്ടിക്കുലർ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ ബ്ലാക്ക് ഒബ്സിഡിയൻ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്രിസ്റ്റലാണ്. ഈ ഒരു ക്രിസ്റ്റൽ എടുത്തിട്ട് ലോകത്തിന് എവിടെ പോയി നമ്മൾ ബ്ലാക്ക് ഒബ്സിഡിയൻ ക്രിസ്റ്റൽ എടുത്തിരുന്നാൽ കൂടെയും അതിനകത്തുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും എടുക്കും, ഇപ്പോൾ റെഡ് ജാസ്പർ എന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്റ്റലാണ്. ഇപ്പോൾ ഈ ക്രിസ്റ്റൽ നമ്മൾ ലോകത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എടുത്തിരുന്നാലും US നിന്ന് എടുത്തിരുന്നാലും അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി എടുത്തിരുന്നാലും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സോ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റാറ്റിക് സ്ട്രക്ചറുള്ള, എന്നാൽ ആ സ്ട്രക്ചറിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യാൻ കഴിവുള്ള വസ്തുക്കളാണ് ക്രിസ്റ്റൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത്
ഇപ്പോൾ നമുക്കൊരു ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിക്കാണും. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ മനസ്സിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, എന്നാൽ പിന്നെ എങ്ങനെയാണ് ഇതിന് ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എനർജി എന്ത് എനർജിയാണ് ഈ ക്രിസ്റ്റലിൽ നിന്ന് വരുന്നത് എന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ടാവും. സോ അതിന് മുന്നേ പോകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫിസിക്സ് അറിയണം. നമുക്ക് ഫിസിക്സിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. എനർജി നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് ശരിക്കും ക്രിസ്റ്റൽസും ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ശരീരവും ഒരു ക്രിസ്റ്റലിനെയും വെച്ച് കമ്പയർ ചെയ്ത് അതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കത് ശരിക്കും അത് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു അമോർഫിക് മോളിക്യൂൾ അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു ശരീരമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മളിരുന്നാൽ നമ്മൾ മോളിക്യൂൾസ് അതനുസരിച്ച് മൂവ് ആവും, നമ്മൾ നടന്നാൽ അതനുസരിച്ച് നമ്മുടെ മോളിക്യൂൾസ് ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മോളിക്യൂൾസിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മനുഷ്യൻ, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു രീതി അങ്ങ് മാറും. അല്ലേ, നമ്മൾ ചിന്തിക്കുന്ന രീതിയും നമുക്കൊരു ഭയം അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണമൊക്കെ തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം പെട്ടെന്ന് അൺസ്റ്റേബിൾ ആകുന്ന മോളിക്യൂൾസാണ് ശരിക്കും മനുഷ്യ ശരീരത്തിലുള്ള മോളിക്യൂൾസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അൺസ്റ്റേബിളായി മാറും. പക്ഷേ ക്രിസ്റ്റൽസ് അങ്ങനെയല്ല. ക്രിസ്റ്റൽസിൻ്റെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആ ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ, ആ അതായത് ഏറ്റവും ലാസ്റ്റ് മോളിക്യൂൾ പോകുമ്പോഴത്തേക്ക് അതൊരു ക്യൂബിക്കൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അതിനകത്ത് ചിലപ്പോൾ 6 ആഗ് ആയിരിക്കാം, വേറെ ഏതെങ്കിലും ആയിരിക്കാം. പക്ഷേ ലോകത്ത് എവിടെ പോയിരുന്നാലും അതുപോലെ തന്നെ ആയിരിക്കാം. ആ പറയുന്ന സ്ട്രക്ചർ ഒരു കാരണവശാലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം മാറില്ല. അതിൻ്റെ വൈബ്രേഷണൽ മൂവ്മെൻറ്റ് ഒരിക്കലും മാറില്ല. അതിപ്പോൾ ഒരു പർട്ടിക്കുലർ 10 ഹെർട്സിലാണ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് 10 ഹെർട്സിൽ തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മനുഷ്യൻ്റെ ശരീരം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ദിവസം ഓടാൻ പോകുന്നിരിക്കട്ടെ, നമ്മൾ ഓടാനായിട്ട് പോകും. ഓടിയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല എനർജി ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്രത്തൊക്കെ എടുത്ത് നമ്മൾ മോളിക്യൂൾസൊക്കെ നല്ല ചാർജ്ഡായി, അതുകൊണ്ട് നല്ല എനർജി ആയിരിക്കും. പക്ഷേ അതേസമയം തൊട്ടടുത്ത ദിവസം നമ്മൾ ഓടാൻ പോകാൻ നേരത്ത് രാവിലെ നമ്മുടെ അയൽക്കാരൻ പിടിച്ച് നമ്മൾ കുറച്ച് ചീത്ത പറയണം, അല്ലെങ്കിൽ വഴക്ക് പറയണമെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓടും, പക്ഷെ നമ്മുടെ മോളിക്യൂൾസൊന്നും അത്രയ്ക്ക് ചാർജ്ഡ് ആവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ മനസ്സിനകത്തൊരു വിഷമം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ആ പഴയ ഒരു ചാർജ് അങ്ങോട്ട് വരില്ല അന്നത്തെ ദിവസം. മനസ്സിലായില്ലേ? പക്ഷേ ക്രിസ്റ്റൽസ് ഇങ്ങനെയല്ല. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്റ്റൽസിനെ വഴക്ക് പറഞ്ഞാലും ശരി, ക്രിസ്റ്റൽസിനെ എന്തെങ്കിലും ചെയ്തിരുന്നാലും ശരി, അതിൻ്റെ ആ വൈബ്രേഷനോ അതിൻ്റെ ആ സ്ട്രക്ചറിനോ അതിൻ്റെ ആ ഒരു ഇരിപ്പിനോ കിടപ്പിനോ ഒന്നും തന്നെ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റൽസ് എന്താകുന്നത്, ഇത്രത്തോളം സ്ട്രോങ് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് വൈബ്രേഷൻ മോളിക്യൂളിലിരിക്കുന്ന, അതായത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ആ ആക്ഷൻ നമ്മുടെ നാച്ചുറൽ, അതായത് ഇതൊരു നാച്ചുറലുള്ള ഒരു കമ്പോണൻ്റ് ആണല്ലോ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അല്ലാതെ അന്യഗ്രഹ ജീവി കൊണ്ട് നമുക്ക് തന്നൊരു സംഭവമല്ല. അത് ഈ നാച്ചുറലുള്ള എനർജിയെ അബ്സോർബ് ചെയ്യുകയും അതിന് ആ വൈബ്രേഷൻ, അതായത് ഇപ്പോൾ അതൊരു ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ അതൊരു 10 ഹെർട്സിലാണ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ വൈബ്രേഷനിൽ തന്നെ കണ്ടിന്യൂസ്ലി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നാച്ചുറൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഇനി എന്തെങ്കിലും എനർജി ആയിക്കോട്ടെ, ഇതിൻ്റെ ഈ സ്റ്റാറ്റിക് സ്ട്രക്ചറൽ മൂവ്മെൻറ്റ് കാരണം ഇത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് എപ്പോഴും എന്തായിരിക്കും, കോമൺ ആയിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ശരിക്കും ക്രിസ്റ്റൽസിന് എനർജി കിട്ടുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ജീവനുള്ളതായിക്കോട്ടെ ജീവനില്ലാത്ത വസ്തുക്കളായിക്കോട്ടെ അതിനെല്ലാത്തിനും ഒരു എനർജി ഉണ്ട്. പക്ഷേ അത് പലതും പല ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ, ലൈക്ക് പോളി ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ അമോർഫസ് ക്രിസ്റ്റലൈൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ക്രിസ്റ്റലൈൻ പോസിറ്റിവിറ്റി നമുക്ക് തരില്ല. കാരണം അതിന് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇല്ല, അത്രയേ ഉള്ളൂ. അതേസമയം ക്രിസ്റ്റലിൻ്റെ ഈ ഒരു സ്ട്രക്ചർ കാരണം നാച്ചുറൽ നിന്ന് വരുന്ന എനർജിയെ അതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ആ ഫ്രീക്വൻസി തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തുണ്ട്, ഈ ക്രിസ്റ്റൽസിനുണ്ട്. ഇതാണ് ശരിക്കും ക്രിസ്റ്റൽസിൽ നിന്ന് എനർജി വരാനായിട്ടുള്ള കാരണം. ഈ ഒരു എനർജിയെ ഇപ്പോൾ നമുക്കറിയില്ല, ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിന് വേറൊരു എനർജി വരും. അതുപോലെ തന്നെ നമുക്ക് സൺലൈറ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ മൂൺലൈറ്റിൻ്റെ കീഴിലോ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും അത് എനർജൈസ്ഡ് ആവുകയും കുറച്ചുകൂടെ അധികം ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും. സെയിം അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒക്കെ വളരെയധികം ക്ഷീണിച്ചൊക്കെ ഇരിക്കും, നമ്മൾ കുളിക്കുമ്പോൾ ഒരു നമ്മുടെ അവരൊക്കെ ഒരു പ്രത്യേക വ്യത്യാസം വരില്ല, നമുക്ക് തന്നെ ഒരു ഫീൽ ആവും, ഒക്കെ കുളിച്ച് ഫ്രഷായി. സെയിം പ്രോപ്പർട്ടി ക്രിസ്റ്റലും കാണിക്കും.
കാരണം എന്താ, അതിനൊരു ഫ്രീക്വൻസി ഉണ്ടല്ലോ. അത് ഒരു സ്റ്റാറ്റിക് ഫ്രീക്വൻസി ഉണ്ട്, അത് കുറച്ചുകൂടെ പെക്യുലർ ആയിട്ടുള്ള എഫക്റ്റ് കാണിക്കും. അങ്ങനെ ക്ലിൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ആ ക്ലിൻസിങ്ങിനെ കുറിച്ചും മറ്റ് എനർജി എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാവുന്നതിനെ കുറിച്ചുമൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കണ്ടെക്സ്റ്റിൽ ഇത്ര മാത്രം നമ്മൾ മനസ്സിലാക്കുക, എനർജി ക്രിസ്റ്റലിന് കിട്ടുന്നത് അതിൻ്റെ കോൺസ്റ്റൻറ്റ് വൈബ്രേഷണൽ ആക്ഷൻ കൊണ്ടിട്ടാണ്. അത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം മാറില്ല. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം മാറാത്തത് കൊണ്ട് തന്നെ അതിനകത്തേക്ക് വരുന്ന എനർജി, അതായത് ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്യുന്ന എനർജി, ഈ പ്രപഞ്ചത്തിൽ നിന്ന് ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്യുന്ന എനർജി, അത് പോസിറ്റീവായിരുന്നാലും നെഗറ്റീവായിരുന്നാലും അത് കൺവേർട്ടായി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഒരു എനർജിയായി മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ക്രിസ്റ്റൽസിന് ശരിക്കും എനർജി ലഭിക്കുന്നത്. ഈ ലഭിക്കുന്ന എനർജി ശരിക്കും നമ്മുടെ ചക്രകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഹീലിംഗ് പ്രോപ്പർട്ടീസ് അത് കാണിക്കുന്നത്. അത് ഈ വീഡിയോ തുടർന്ന് നമ്മൾ മുന്നോട്ട് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയും. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. കാരണം ചക്രയെക്കുറിച്ച് കുറച്ചധികം പറഞ്ഞാൽ മാത്രമേ ഈ ക്രിസ്റ്റൽസ് എങ്ങനെയാണ് ചക്രയായിട്ട് കണക്ട് ചെയ്യുന്നതെന്നും ആ എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ഞാൻ ആൾറെഡി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് അമോർഫിക്കാണ്. അങ്ങനെയെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിൽ ഈ ചക്ര വെച്ചിട്ട് എങ്ങനെയാണ് ഈ എനർജി അബ്സോർബ് ചെയ്യുന്നതോ, അതെങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു, അതെങ്ങനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡിയ കിട്ടണമെങ്കിൽ ചക്രയെക്കുറിച്ച് കുറച്ചധികം നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. അത് വരുന്ന വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയും. സോ ക്രിസ്റ്റലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇതാണ്. ഇതിൻ്റെ എനർജി എങ്ങനെ കിട്ടുന്നു എന്നുള്ള ഐഡിയയും ഇങ്ങനെയാണ്. ഈ എനർജിയാണ് നമുക്ക് പിന്നീട് ചക്രയുമായി കണക്ട് ചെയ്ത് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ചക്രയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കണക്ഷനെക്കുറിച്ചും ഇതെങ്ങനെയാണ് ഹീലിംഗ് ആവണത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ. തുടർന്ന് കാണുക, കേൾക്കുക.